ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചെയ്തത് കഴിഞ്ഞു. ആവശ്യക്കാർ കുറച്ച് പേർക്ക് കൊടുത്തു, കുറച്ച് പേർക്ക് സാമ്പിൾ വേണമെന്നുണ്ട്, സാമ്പിൾ കൊടുത്തു. കഴിച്ചവരൊക്കെ നന്നായിട്ടുണ്ടെന്നാണ് പറയണത്. അപ്പോൾ നമ്മൾ അടുത്തത് ഒന്നും കൂടി ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ കഴുകി ഉണക്കി വൃത്തിയാക്കി ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് തണുക്കാൻ വെച്ചിരിക്കുകയാണ്. ഇനി ഇത് പൊടിച്ച് പാക്കറ്റിലാക്കാനാണ് ബാക്കി ജോലിയുള്ളത്. അപ്പോൾ കുറേ പേര് നിങ്ങൾ കഴുകുന്നുണ്ടോ വൃത്തിയാക്കുന്നുണ്ടോ എന്ന് വിളിച്ച് ചോദിച്ചു കുറച്ച് പേര്. അപ്പോൾ കഴുകി വൃത്തിയാക്കുന്നതിന്റെ വീഡിയോ ഇതിൽ ഞാൻ കാണിക്കുന്നുണ്ട്. നമ്മൾ അരി കഴുകുന്നത് കാണിക്കാം കേട്ടോ. അരി നല്ലപോലെ സാധാരണ കഴുകുന്ന പോലെ തന്നെ കഴുകും. ഇതിൽ അഡീഷണലായിട്ട് അരികളിൽ കളറും കാര്യങ്ങളൊന്നും ചേർത്തില്ല. അതാ കണ്ടില്ലേ, സാധാരണ അരി കഴുകുന്ന പോലെ വെള്ളം തന്നെയാണ് കളർ. അത് കണ്ടില്ലേ. ഇനി 12 തരം അരി ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ വെള്ളം തെളിയുന്നത് വരെ കഴുകും, 3 ട്രിപ്പോളം കഴുകും. ഇതാ നോക്കി, നമ്മൾ അരി കഴുകി അരി നല്ലപോലെ വെള്ളം നല്ലപോലെ തെളിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മൾ ഇനി ചെറുധാന്യങ്ങൾ കഴുകുന്നതാണ്. ചെറുധാന്യത്തിലാണ് ചളി കൂടുതൽ. നമ്മൾ ഇതും ഒരു 3 പ്രാവശ്യം 4 പ്രാവശ്യം കഴുകി വെള്ളം തെളിയുന്നത് വരെ കഴുകും. നമ്മൾ ചെറുധാന്യങ്ങൾ കഴുകിയിട്ടുണ്ട്. കഴുകിയ വെള്ളം നല്ലപോലെ തെളിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇനി പയർവർഗ്ഗങ്ങൾ കഴുകുകയാണ്. പയർവർഗ്ഗങ്ങൾ കഴുകുക. ഇതിനെ ഒരു 3-4 പ്രാവശ്യം കഴുകി വെള്ളം തെളിയുന്നവരെ കഴുകും. കണ്ടില്ലേ, പയർവർഗ്ഗങ്ങൾ കഴുകി വെള്ളം തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹെൽത്ത് മിക്സ് പൊടിച്ച് പാക്കറ്റിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ 12 തരം പാരമ്പര്യ അരി പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതിലിപ്പോൾ കാട്ടിയാനം, കിളിപ്പൈപ്പ്, സമ്പ, നവര, രക്തശാലി, കറുപ്പ് കാവുണി, പിന്നെ ബാക്കിയുള്ള അരികളും. അപ്പോൾ ഈ അരികളിലെ ഈ അഞ്ച് അരിന്റെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ 5 അരി തന്നെ നിങ്ങൾക്ക് ജെമിനിയിലോ ചാറ്റ് GPT-യിലോ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഔഷധ ഗുണങ്ങൾ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ എല്ലാ അരികളിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് ടൈം ആവും. അതിൽ അത്രയും ഔഷധ ഗുണങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാനത് മുഴുവനായിട്ടൊന്നും പറയാത്തത്. മനുഷ്യന്റെ ആയുസ് 100-120 ആയിരുന്നു. അത് പിന്നെ കുറഞ്ഞു വന്ന് 70, 80, അങ്ങനെ 40, 35 ആ ലെവലിൽ. ഇപ്പോൾ 35, 40, 50 എത്തിയാൽ തന്നെ ബോൺസ് എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ നമ്മൾ ഭക്ഷണ രീതിയാണ് ഒന്ന് മെയിൻ. അപ്പോൾ നമ്മൾ നമ്മളുടെ മക്കളിനെ കണ്ടു, ഇനി മക്കളുടെ മക്കളിനെ കാണുമെന്ന് ഒരു ഉറപ്പുമില്ല. അങ്ങനെ ആകുമ്പോൾ ഇനി വരുന്ന തലമുറ അവരുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ നമ്മൾ പാരമ്പര്യമായിട്ടുള്ള ഭക്ഷണ രീതിയിൽ മാറിയാലാണ് നമ്മളുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ജീവിതശൈലി രോഗം വന്നിട്ട് തന്നെ പല പ്രശ്നങ്ങളായിട്ട് പല ആൾക്കാർക്കും പല അപകടങ്ങളും പറ്റുന്നുണ്ട്. അപ്പൊ നമ്മളുടെ ജീവിതശൈലി രോഗങ്ങൾ മാറാൻ വേണ്ടിയിട്ട് പാരമ്പര്യമായിട്ടുള്ള അരികളും പാരമ്പര്യമായിട്ടുള്ള ഭക്ഷണ രീതിയും നമ്മൾ കഴിച്ചാലേ ഇനി നമ്മുടെ ആരോഗ്യം നമുക്ക് വീണ്ടെടുക്കാൻ കഴിയുള്ളൂ. ഇപ്പോഴുള്ള തലമുറ എല്ലാം ഫാസ്റ്റ് ഫുഡിന്റെ പുറകിലാണ്. എല്ലാവർക്കും മന്തി, ഷവർമ അങ്ങനെയൊക്കെ വേണ്ടുള്ളൂ. അപ്പൊ ഇങ്ങനെയാകുമ്പോൾ ഇവരുടെയൊക്കെ ഇനി അങ്ങോട്ടുള്ള ആരോഗ്യം എന്തായിരിക്കും? അപ്പോൾ നമ്മുടെ ഹെൽത്ത് മിക്സ് ഇതാണെന്ന് ഞാൻ പറയുന്നില്ല, പാരമ്പര്യമായിട്ടുള്ള ഭക്ഷണ രീതി അത് പിന്തുടരാൻ നോക്കുക. ഇതിപ്പോ എൻ്റെ ഹെൽത്ത് മിക്സ് കൊടുക്കുകയാണെങ്കിൽ വൈകുന്നേരം 1 സ്പൂൺ കൊടുത്താൽ മതി. 300 ഗ്രാമായിട്ട് ഞാൻ തരുന്നത്. 1 മാസം കഴിക്കാം. ഇപ്പോഴുള്ള മക്കൾ ആരും പച്ചക്കറികളും പയറുവർഗ്ഗങ്ങളും ഒന്നും കഴിക്കില്ല. ഇങ്ങനെയൊക്കെ ഇവർക്ക് എങ്ങനെ ശരീരത്തിലുള്ള പോഷക ഗുണങ്ങൾ കിട്ടും? അപ്പൊ എൻ്റെ ഹെൽത്ത് മിക്സിൽ ഞാൻ 12 തരം പയറുവർഗ്ഗങ്ങളും പാരമ്പര്യ അരികളും നട്ട്സുകളും വിത്തുകളുമാണ് ഇത് ചേർത്തിരിക്കുന്നത്. അപ്പൊ ഇത് വൈകുന്നേരം 1 സ്പൂൺ മക്കൾ കഴിച്ചാൽ മതി. എല്ലാ പോഷക ഗുണങ്ങളും കിട്ടും. നമ്മുടെ ചാനലായ കൂപ്സ് ഫുഡ് പ്രോഡക്റ്റ് ആയ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്.